നമ്മുടെ റനീഷ റഹ്മാൻ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല ഇട്ടു. അവിടെ കുറേ പേരൊക്കെ ഇതുപോലെ ഇട്ടു. അങ്ങനെ ഈ പൊങ്കാല ഇടുകയും അതൊക്കെ ചെയ്തപ്പോൾ ആരൊക്കെയോ അതിൻ്റെ അടിയിൽ വന്ന് എന്തൊക്കെയോ കമൻറ്റുകൾ എഴുതി. ആ കമൻറ്റുകൾ കണ്ട് വിദ്വേഷം അല്പം പോലും പറഞ്ഞിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ഒട്ടും ഇഷ്ടമല്ലാത്ത, അത് കണ്ടാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കരണ്ട് അടിക്കുമ്പോൾ വിറയ്ക്കുന്നത് പോലെ വിറയ്ക്കുന്ന നമ്മുടെ RV ബാബുവണ്ണൻ വിറച്ചു, വിതുമ്പി കോരിത്തരിച്ചു. എന്നിട്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടു. കണ്ടോ, ഇത് കേരള സ്റ്റോറിയാണെന്ന് ആരെങ്കിലും പറയുമോ എന്ന് ചോദിച്ചാണ് പുള്ളി രംഗത്തിറങ്ങിയത്. ആ ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ കേരള സ്റ്റോറി സിനിമ ഇറങ്ങിയപ്പോൾ കേരളത്തിലെ ഒരുമാതിരി ബോധവും പൊക്കണവും ഉള്ളവരെല്ലാം തള്ളി. എന്തിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും ഇത് കേരളത്തിൽ നടക്കുന്നതല്ല എന്ന് പറയേണ്ടി വന്നു. അതതിൻ്റെ വഴിക്ക് വന്ന് എതിലേക്കൂടെയൊക്കെയോ അങ്ങ് പോയി. എങ്ങും ഷോയും ഒന്നും നടന്നില്ല. ആരൊക്കെയോ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഏതോ വഴിക്കൊക്കെ അങ്ങ് പോയി. ആകെ അത് അറിഞ്ഞത് DYFIക്കാരെന്തോ ടിക്കറ്റൊക്കെ കൊടുത്ത ആളുകളെ ഇറക്കി വിടാൻ പോകുന്നെന്നും പറഞ്ഞ് അവരൊരു സംഗതി ഉണ്ടാക്കിയപ്പോഴാണ് കേരളം അറിഞ്ഞത്. ഇല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് അങ്ങ് പോയേനെ. ഏതായാലും അത് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പാളയം പള്ളിയിൽ ഇമാമ് പൊങ്കാലയ്ക്ക് വരുന്നവരെ സഹായിക്കണം, അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ആഘോഷിച്ചു. ഓ മനോഹരമായ തീമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സുഗന്ധം അന്തരീക്ഷത്തിൽ വീശിയപ്പോൾ തന്നെ RV ബാബുവണ്ണനൊക്കെ വിമ്മിഷ്ടം വരാൻ തുടങ്ങി. അങ്ങനെ വിമ്മിഷ്ടത്തിൽ മുട്ടിയിരിക്കുമ്പോഴാണ് ഈ റനീഷ റഹ്മാൻ എന്ന് പറയുന്ന സീരിയൽ താരമാണ് പോലും. ഞാൻ ആദ്യമായിട്ടാണ് ഇന്നലെ കേൾക്കുന്നത്. എന്തോ നമ്മുടെ ഈ പ്രായം കൂടിപ്പോയതുകൊണ്ടോ ചിന്തകൾ മാറിപ്പോയതുകൊണ്ടോ ഞാൻ അറിഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച്. എന്തായാലും അത് ചെയ്തപ്പോഴാണ് ഈ വീഡിയോ വന്നതും ഇതിനോട് പ്രതികരിച്ചതുമൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ, കഴിഞ്ഞ ദിവസം അത് കണ്ടപ്പോൾ ഈ റനീഷ റഹ്മാൻ്റെ ഒരു പ്രതികരണം കാണാനിടയായി. ആ പ്രതികരണം കണ്ടപ്പോഴാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് അത്തരം ആളുകൾ, ഒത്തിരി ആളുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇതിൽ ആമുഖമായി പറയട്ടെ, നമുക്ക് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തോടോ ആചാരത്തോടോ ഒക്കെ സാമൂഹിക ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചിലതിലൊക്കെ നമ്മൾ ചിലപ്പോൾ പങ്കെടുക്കും. ചില ഘോഷയാത്രയിൽ പങ്കെടുക്കും. ചിലപ്പോൾ നമ്മൾ ചില വിഗ്രഹങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ ചില പ്രതീകങ്ങളുടെ മുമ്പിൽ വിളക്ക് തെളിക്കും. ചിലരാണെങ്കിൽ നോമ്പെടുക്കും. ചിലർ നിസ്കരിക്കുന്ന പള്ളിക്കകത്ത് കയറിയിരിക്കും. ചിലർ ഈ മുസ്ലിം പള്ളിയിലും അതുപോലെ ഹിന്ദു ദേവാലയങ്ങളിലുമൊക്കെ ചിലർ പോയി പ്രാർത്ഥനയ്ക്ക് അതും ഇതുമൊക്കെ കാശ് കൊടുക്കുന്നവരും ഒക്കെ അടങ്ങുന്ന ഇങ്ങനെ പലതരത്തിലുള്ള സംഗതികളുണ്ട്. പക്ഷേ അതൊക്കെ ചിലത് സാമൂഹിക ഐക്യദാർഢ്യപ്പെടലാണ്. അതൊന്നും വളരെ കോൺക്രീറ്റായി ഹൃദയത്തിൽ, ഇപ്പോൾ ഒരു ഹിന്ദുമത വിശ്വാസിയായ ആൾ നോമ്പെടുക്കുന്നത് നാളെ പരലോകത്തിൽ വിശ്വസിച്ചും വിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചും അതിൻ്റെ വചനങ്ങൾ കേട്ടും പിന്നെ പ്രവാചകൻ്റെ പ്രവാചകത്വം അംഗീകരിച്ചൊന്നുമല്ല. അതൊരു അവർ ഹിന്ദുമത വിശ്വാസി ആയിരിക്കുന്നതിനോട് കൂടി തന്നെ ഒരു സാമൂഹിക ഐക്യദാർഢ്യ പ്രഖ്യാപനം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ശബരിമലയിൽ ചിലർ സുഹൃത്തുക്കളോടൊപ്പം പമ്പ വരെ പോകുന്നവരുണ്ട്. ചിലർ അവിടെ തന്നെ നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങൾക്കകത്ത് കയറുന്നവരുണ്ട്. ഞാനൊക്കെ പല ക്ഷേത്ര പരിപാടികൾക്കും പോയി വിളക്ക് തെളിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അതിനോട് ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ, ഒരു സഹോദര സമൂഹത്തിൻ്റെ വിശ്വാസം എന്നുള്ള നിലയിൽ അതിലൊക്കെ ഒരു സാമൂഹ്യ ഐക്യദാർഢ്യപ്പെടലുണ്ട്. അതൊന്നും ആന്തരികമായി ഒരാൾ ഉൾക്കൊണ്ടുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടുമാണ് ഇതൊന്നും ചെയ്യുന്നതെന്ന് അർത്ഥമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം റനീഷ റഹ്മാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് പറയണമെന്ന് കേട്ടോളൂ. ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ Instagram, Facebook കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്നറിയോ. അപ്പൊ രാവിലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇഗ്നോർ ചെയ്തേക്കാം. എനിക്കറിയാലോ ഞാൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ ഇതിങ്ങനെ കൂടി വരും. അതിൽ 2-3 കമന്റ്സ് എനിക്ക് ഡിലീറ്റും ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ വീട്ടുകാർ ഒരുപക്ഷെ കണ്ട് ഹേർട്ട് ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു 2-3 കമന്റോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുക്കണം, ഇത് നിൽക്കുന്നില്ല. ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജോലിയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രഹസനമാണെന്നാണ് ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ പറയുന്നത്. രണ്ടാമതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റോട് കൂടെ ചെയ്തതല്ല, ചുമ്മാ ഒരു ഷോ ഓഫ് പ്രഹസനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്കൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഫസ്റ്റ് പറഞ്ഞല്ലോ ജോലിയില്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മാസവും 1 തൊട്ട് 15 വരെ ഫ്ലവേഴ്സ് ചാനലിൽ സുഗമോ ദേവി എന്നുള്ളൊരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. 16 തൊട്ട് 30 തീയതി വരെ
സീ കേരളത്തിൽ ചെമ്പരത്തി എന്നുള്ളൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. 30 ദിവസമല്ലേ ഉള്ളൂ ഒരു മാസത്തില്. അപ്പൊ ആ 30 ദിവസം എനിക്ക് വർക്കുണ്ട്. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ, വേറെ വീഡിയോസ്, പ്രൊമോഷണൽ വീഡിയോസ്, അതുമല്ലാതെ ഇനോഗ്രേഷൻസ്, വ്ളോഗിങ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ജോലിയുണ്ട്, കൂലിയുണ്ട്, സമ്പാദ്യമുണ്ട്. ഞാൻ നല്ല രീതിയിൽ ഒരു ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായല്ലോ. ഇനി രണ്ടാമത് പറഞ്ഞത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന്, വെറുതെ പ്രഹസനം കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയയിലാണ്. അപ്പൊ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയും ഒക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും തന്നെയാണ് ഞാൻ ആ പൊങ്കാലിട്ടത്. പിന്നെ ചിലർ പറയുന്നുണ്ട് അത്രയും നല്ലൊരു വേളയിൽ പോയി ഞാൻ അവരുടെ ആ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്തു, അല്ലെങ്കിൽ അത് നാശമാക്കി കോളമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പൊങ്കാല ഇടാൻ പോകുന്നതിന് മുന്നേ പലരോടും ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അവര് പറഞ്ഞത് ജാതി മത വർണ്ണ ഭേദം ഒന്നുമില്ലാതെ വിശ്വാസത്തോടെ ഏതൊരു സ്ത്രീക്കും മനസ്സും ശരീരവും ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ് പൊങ്കാല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ക്രൈറ്റീരിയ എല്ലാം ഞാൻ ഫോളോ ചെയ്ത് മനസ്സും ശരീരവും എല്ലാം വൃത്തിയാക്കി പൊങ്കാല ഇടണം എന്ന് പറഞ്ഞ വിശ്വാസത്തോടെ തന്നെയാണ് പൊങ്കാല ഇട്ടത്. എന്ത് ഇങ്ങനത്തെ ഉള്ള ഡിസ്റെസ്പെക്ട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. അപ്പൊ ഞാൻ ഇത് കുറച്ചുകൂടെ ആ സഹോദരി പറയുന്നുണ്ട്. അതിൽ കാറ്റഗറി ഓഫ് പീപ്പിൾസിനെ കുറിച്ചാണ് മാഡം സംസാരിക്കുന്നത്. അതിൽ കാറ്റഗറി ഓഫ് പീപ്പിൾസ് പ്രകടിപ്പിച്ച ചില അഭിപ്രായങ്ങളോടാണ് കാറ്റഗറിക്കലായിട്ട് റെനീഷ മറുപടി പറയുന്നത്. അതിലൊന്നാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾസ് ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക റെനീഷ ഈ ജോലിയും കൂലിയും ഇല്ലെന്നല്ല. ഇപ്പോൾ ഒരാളൊരു സീരിയലിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ജോയിൻറ്റ് ഫോട്ടോഗ്രാഫ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉദ്ഘാടനങ്ങൾ, അതിൻ്റെ ഉദ്ഘാടനങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ആത്യന്തികമായി ഈ കാറ്റഗറി ഓഫ് പീപ്പിൾസിൻ്റെ മനസ്സിലുണ്ടാവുക ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സിനിമ സൂപ്പർ സ്റ്റാർ, അല്ലെങ്കിൽ ഓരോ മേഖലയിലും ഒരു മാക്സിമം അംബീഷൻസ് ഉണ്ടല്ലോ, എവിടെയെങ്കിലും എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു സംഗതി. ഇപ്പോൾ പോലീസിൽ കയറുന്ന ആൾക്ക് SP ആവുക, അല്ലെങ്കിൽ അവിടം വരെയെങ്കിലും പോകാനൊക്കുമോ, അല്ലെങ്കിൽ ഒരു SI എങ്കിലും ആകാൻ പറ്റുമോ എന്ന് പറയുന്നൊരു ആഗ്രഹമുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഈ കാറ്റഗറി ഓഫ് പീപ്പിൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു സീരിയലുകളൊക്കെ ആയി ഇങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ള കാര്യം പോലും ഇപ്പോൾ എല്ലാവരും അറിയാൻ തുടങ്ങിയത് ഈ കാറ്റഗറി ഓഫ് പീപ്പിൾസ് പറഞ്ഞതുകൊണ്ടും ഈ പൊങ്കാലയുടെ പടം വന്നതുകൊണ്ടുമാണ്. അല്ലെങ്കിൽ റെനീഷ റഹ്മാൻ ഇങ്ങനെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അതാണ് അവരുദ്ദേശിച്ച ഒരു കാര്യം. എന്തായാലും ആ കാറ്റഗറി ഓഫ് പീപ്പിളിനോട് മറുപടി പറഞ്ഞല്ലോ. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ പറഞ്ഞത് ഇങ്ങനെ വിശ്വാസമില്ലാത്തത് കൊണ്ടും അതിൻ്റെ കാര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത്. ആ കാറ്റഗറി ഓഫ് പീപ്പിൾ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഇതിൽ വളരെ സിമ്പിളാണ്. സിമ്പിളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമൂഹ്യധാർഢ്യ ഐക്യപ്പെടൽ, വിശ്വാസപരമായി ചേർന്ന് പോകൽ, ഇത് രണ്ടും രണ്ട് തലങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാമ്പാർ വെക്കുന്ന സമയത്ത് ആ സാമ്പാറിനകത്തിട്ട് പുളിശ്ശേരി വെച്ചാൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ചോദിക്കും ഇവർക്ക് എന്ത് ഭ്രാന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കും. അത് കാണുമ്പോൾ ആളുകൾ അസ്വസ്ഥതപ്പെടില്ലേ? ആ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രഥമൻ്റെ രുചിയും ഗുണമുണ്ട്, സാമ്പാറിൻ്റെ രുചിയും ഗുണമുണ്ട്, പുളിശ്ശേരിക്ക് പുളിശ്ശേരിയുടെ രുചിയും ഗുണമുണ്ട്. ഒന്നിനേക്കാൾ ഇഷ്ടം എന്നുള്ള നിലയിലേക്കൊന്നും വരുന്നില്ല. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചില നമ്മൾ ചോറ് കഴിക്കുമ്പം പുളിശ്ശേരി മാത്രം കൂട്ടുന്നവരുണ്ട്, സാമ്പാറേ ഇഷ്ടമല്ല. ചിലർ സാമ്പാർ മാത്രം കൂട്ടുന്നവരുണ്ട്. ചിലർ പല ചോറ് വാങ്ങിച്ച് പല നേരത്തായിട്ട് പലതും കഴിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഇട്ട് കറി വെക്കുമ്പോൾ തന്നെ കുഴയ്ക്കുക എന്ന് പറയുന്നത് കാണുമ്പോൾ അത് ആളുകൾക്ക് ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിന് അസ്വസ്ഥത തോന്നും. പിന്നെ റെനീഷയ്ക്ക് അതിലൊന്നും ചോദാത്ത എന്താണെന്ന് ചോദിച്ചാൽ, റെനീഷ ഈ പേരും വിശ്വാസവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഇതെല്ലാം കൂടെ കുഴച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിന്മയ വിദ്യാലയത്തിൽ വെച്ച് ഗായത്രി മന്ത്രം ജപിക്കും, അവിടെ വെച്ച് പ്രാർത്ഥനകൾ നിർവഹിക്കും, അവിടെ വെച്ച് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇതൊരു കുഴപ്പമാണ് എന്നുള്ളത് റെനീഷയ്ക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. കാരണം ചെറുപ്പം മുതലേ വീട്ടിലും പഠിക്കുന്നിടത്തും ഒക്കെ അങ്ങനെ കുഴയ്ക്കാൻ അനുവദിച്ച് സാമ്പാറിനകത്ത് പുളിശ്ശേരി വെക്കാനും പുളിശ്ശേരിക്കകത്ത് സാമ്പാർ ഇട്ടൊഴിക്കാനും ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കാനും ഒക്കെ പഠിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കത്തില്ല. പക്ഷേ കാണുന്ന ചില കാറ്റഗറി ഓഫ് പീപ്പിൾ ആളുകൾക്ക് അത്തരത്തിൽ ഒരു ചിന്ത തോന്നുന്നത് സ്വാഭാവികമാണ്. ആ കാറ്റഗറി ഓഫ് പീപ്പിളിനെ അങ്ങനെ കണ്ടാൽ മതി. കാരണം ഈ ആളുകളെല്ലാം വിശ്വാസപരമായ കാര്യത്തിൽ സാമ്പാർ, പുളിശ്ശേരി, പ്രഥമൻ, അടപ്പായസം ഇങ്ങനെ കണ്ടാണ് ഈ മതങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ല ഇതെല്ലാം കൂടി ഇട്ട് കുഴയ്ക്കാൻ വലിയ പാടാണ്. എന്ന് മാത്രമല്ല മഹാഭൂരിപക്ഷം പേരും അങ്ങനെ കുഴയ്ക്കുന്നവരല്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്ടത്തിനോ സവിശേഷമായ രുചിക്കോ
വേറെ എന്തെങ്കിലും ഒരു താല്പര്യത്തിനോ വയറ് നിറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചെറുപ്പം മുതൽ പഠിച്ചു വന്നതുകൊണ്ടോ അങ്ങനെ റനീഷ കുഴയ്ക്കുന്നത് കാണുമ്പം ആരെങ്കിലും ഒരാൾ അയ്യേ ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിന് ആ തരത്തിൽ മാത്രം ആ കാറ്റഗറി ഓഫ് പീപ്പിളിനെ പിന്നെ റനീഷ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. പിന്നെ ഈ കാറ്റഗറി ഓഫ് പീപ്പിൾ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തിൻ്റെ കേടായത്? ഇത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഴച്ചോട്ടെ. നിങ്ങളിങ്ങനെയിട്ട് ഒരാളിനോട് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒരാൾ കരയ്ക്ക് കയറി നിൽക്കുമ്പം അയാളുടെ കാലിൽ എന്തെങ്കിലും പറ്റിയിരിക്കുന്നു, വൃത്തിയാക്കാനോ മറ്റോ പോയതാണ്. അപ്പോൾ ആളുകൾ പല ശീലക്കാരുണ്ട്. ചിലർ എന്തു ചെയ്യും, ആ കാലിൽ എന്തെങ്കിലും പറ്റിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ അയാളെ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന കണ്ടാൽ നിങ്ങളോടുള്ള വാശിക്ക് ചിലപ്പോൾ വീണ്ടും അയാളൊരു സെപ്റ്റിക് ടാങ്കിലേക്ക് എടുത്തങ്ങ് ചാടിക്കളയും. മനുഷ്യൻ അങ്ങനെ പല രീതിയിൽ പ്രതികരിക്കും. എന്ന് പറയുന്ന പോലെ നിങ്ങൾ പ്ലീസ് ഈ കാറ്റഗറി ഓഫ് പീപ്പിൾ ഇത് കാണാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യമായിട്ട് നോമ്പ് മാസങ്ങളിൽ പോകണം. അവരവരുടെ കാര്യമായിട്ട് അവരുടെ വഴിക്ക് പോകും. ബാബുണ്ണൻ്റെ കച്ചവടമായിട്ട് ആ വഴിക്കും പോട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം.